നമസ്കാരം. ഞാൻ ഡോക്ടർ വരുൺ മേനോൻ, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ കൺസൾട്ടൻറ്റ് ക്ലെഫ്റ്റ് ലിപ്പ് പാലറ്റ് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജനാണ്. അതായത് മുറിച്ചുകൊണ്ട് അണ്ണാക്കിൻ്റെ ശസ്ത്രക്രിയ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ഈ അടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ വളരെ പ്രചരിക്കുന്ന ഒരു അവെയർനെസ് വീഡിയോ ആണ്. അത് ഒരു വ്ളോഗറല്ല, പല പ്രമുഖ വ്ളോഗേഴ്സും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് കേരളത്തിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ മുറിച്ചുകൊണ്ട് അണ്ണാക്കിൻ്റെ ഫ്രീ സർജറി ക്യാമ്പ് നടക്കുന്നുണ്ട്. അതിന് ആവശ്യമുള്ള പേഷ്യൻസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ട്. ഇത് കുറച്ച് കാലങ്ങളായി പല ഹോസ്പിറ്റലും പല ക്യാമ്പുകളും കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യയുടെ പുറത്തും ഇങ്ങനത്തെ ചാരിറ്റി ഓർഗനൈസേഷൻസും NGOസും സർജൻസൊക്കെ ഇങ്ങനത്തെ ക്യാമ്പ് നടത്തുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. അതായത് ട്രീറ്റ്മെൻറ്റ് ലഭിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ക്യാമ്പൊക്കെ നടത്തി ഇങ്ങനത്തെ കുട്ടികൾക്ക് ഫ്രീ സർജറി ക്യാമ്പൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, സർജറി മാത്രമല്ല അതിനനുബന്ധിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇന്ന് ഒരു വളരെ സീനിയർ സർജൻ എന്നെ വിളിച്ചിട്ട് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്നോട് ചോദിക്കുകയുണ്ടായി, കേരളത്തിൽ ഇത്രയും ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ട്, അതുപോലെ കേരളത്തിൽ ഇത്രയും എക്സ്പീരിയൻസ് ക്ലബ് കെയർ പ്രൊവൈഡേഴ്സ് ഉണ്ടായിട്ട്, ഇതുപോലെ അതായത് UK US നിന്നൊക്കെ സർജൻസ് വന്നിട്ട് ഇങ്ങനെ ക്യാമ്പ് നടത്തേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ക്യാമ്പ് ഇതുപോലെ ഫ്രീ സർജറീസൊക്കെ നടത്തുന്നത് നല്ലതാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ആധികാരികമായി പറയാൻ ഞാനാണല്ല. പക്ഷേ എനിക്ക് തോന്നി ഒരു അവെയർനെസ് വീഡിയോ, അതായത് മുറിച്ചുകൊണ്ട് അണ്ണാക്ക് ഇങ്ങനത്തെ കുട്ടികളുണ്ടായാൽ അവരുടെ പാരൻസും അവരുടെ റിലേറ്റീവ്സൊക്കെ വളരെ ആങ്ഷ്യസ് ആയിട്ടിരിക്കും. എങ്ങോട്ട് അല്ലെങ്കിൽ ആരെ അപ്രോച്ച് ചെയ്യണം, എന്ത് ചെയ്യണം, വാട്ട് നെക്സ്റ്റ് എന്നൊരു ചോദ്യം ഉണ്ടാവാം. അതിപ്പോൾ ഒരു അനോമലി സ്കാനിൽ കണ്ടിട്ട് കുട്ടി ജനിക്കുന്നതിന് മുന്നേ തന്നെ ആങ്ഷ്യസ് ആയിട്ട് വരുന്ന ആൾക്കാരാവാം. അല്ലെങ്കിൽ കുട്ടി ജനിക്കുമ്പോൾ യാദൃശ്ചികമായി കണ്ട് മനസ്സിലാക്കി, അതായത് ഇങ്ങനത്തെ ഒരു കുട്ടിക്ക് മുറിച്ചുകൊണ്ടുണ്ട്, അണ്ണാക്കുണ്ട്, വളരെ ടെൻസ്ഡായിട്ട് വരുന്ന പാരൻസ് ആവാം. അപ്പോൾ ഇങ്ങനത്തെ പാരൻസിന് ഇതുപോലെ ആഡ്സോ അതൊക്കെ കണ്ടിട്ട് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു അവെയർനെസ് വീഡിയോ വളരെ ബെനിഫിഷ്യൽ ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ ഡിസ്റ്റൻറ്റ് റിലേറ്റീവിലോ ആർക്കെങ്കിലും ഒരു മുറിച്ചുകൊണ്ട് അണ്ണാക്കിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ, അവർ ആദ്യം അപ്രോച്ച് ചെയ്യേണ്ടത് ഒരു കോംപ്രിഹെൻസീവ് ക്ലബ് കെയർ സെൻറ്ററിനെയാണ്. എന്താണ് ഈ കോംപ്രിഹെൻസീവ് ക്ലബ് കെയർ സെൻറ്റർ, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു കോംപ്രിഹെൻസീവ് ക്ലബ് കെയർ സെൻറ്ററിനെ അപ്രോച്ച് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടികൾക്ക് ജനിച്ചു തൊട്ട് അഡൾട്ട് ആവണവരെ പല സ്റ്റേജിലും പല സർജറീസും മാത്രമല്ല, പല എക്സ്പീരിയൻസ് ക്ലബ് കെയർ പ്രൊവൈഡേഴ്സിൻ്റെയും സർവീസും ആവശ്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സേവനങ്ങളും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ആ സെൻറ്ററിലുണ്ടോ എന്നാണ് ആദ്യം ഉറപ്പുവരുത്തേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സേവനങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനിച്ചു തൊട്ട് 2 മാസം വരെ ഈ കുട്ടികൾക്ക് ഒരു പ്രീ സർജിക്കൽ ഇൻഫൻറ്റ് ഓർത്തോപെഡിക്സ് എന്നൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ, അതൊരു എക്സ്പീരിയൻസ്ഡ് ഓർത്തോഡോണ്ടിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ വൈഡായിട്ടുള്ള ചുണ്ടിൻ്റെ വിടവ്, ഒരു സൈഡിലത്തെ ആണെങ്കിലും 2 സൈഡിൻ്റെ വിടവാണെങ്കിലും അതൊന്ന് അടുത്ത് വരും. അത് സമയത്തിന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർജറിയെ സഹായിക്കുക മാത്രമല്ല, ആ സർജറിയുടെ ഇനീഷ്യൽ ഔട്ട്കം കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അത് ചെയ്തുകൊണ്ട് ഭാവിയുടെ ഓപ്പറേഷൻ എണ്ണം കുറയുന്നല്ല, പക്ഷേ ഇനീഷ്യൽ ഔട്ട്കം കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അത് ഒരു ആസ്പെക്റ്റ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ, ഈ കുട്ടികൾ ആഡിക്വേറ്റ് വെയിറ്റ് ഗെയിൻ ഉണ്ടോ, ആഡിക്വേറ്റ് ഇമ്മ്യൂണൈസേഷൻ നടത്തിയിട്ടുണ്ടോ, അതിനൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ ഒരു എക്സ്പീരിയൻസ് പീഡിയാട്രിക് കെയർ, ഒരു പീഡിയാട്രീഷ്യൻ ഉണ്ടോ എന്നും നിങ്ങൾ ഉറപ്പുവരുത്തണം. അതൊക്കെ കഴിഞ്ഞ് ഒരു സർജറി ആവുമ്പോൾ, അതായത് യൂഷ്വലി ചുണ്ടിൻ്റെ സർജറി ഒരു 3 മാസം തൊട്ട് 6 മാസത്തിൻ്റെ ഇടയിലാണ് ചെയ്യുന്നത്. അത് ഓരോ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലും അവരുടേതായ വ്യത്യസ്ത പ്രോട്ടോകോൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഓരോ സർജനും തമ്മിൽ വ്യത്യാസം ഉണ്ടായേക്കാം. പക്ഷേ യൂഷ്വലി ഒരു കോംപ്രിഹെൻസീവ് ക്ലബ് കെയർ സെൻറ്ററിൽ ഒരു യൂണിഫൈഡ് പ്രോട്ടോകോൾ ആയിരിക്കും. അപ്പോൾ 3 to 6 months കാലയളവിൽ ക്ലെഫ്റ്റ് ലിപ്പ് സർജറി അവർ യൂഷ്വലി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ സർജറി ഒരു സേഫ് സർജറി ആണെന്ന് ഉറപ്പ് വരുത്താൻ പല ആൾക്കാർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഈക്വൽ റോളുണ്ട്. അപ്പോൾ ഒരു സർജറിക്ക് ഈ കുട്ടി വരുമ്പോൾ, കാരണം ഇതൊരു എലക്റ്റീവ് സർജറി, എമർജൻസി സർജറി അല്ല. ഒരു ചെറിയ ചുമ, പനി, ജലദോഷം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ സർജറി പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരാം. അല്ലെങ്കിൽ ഈ സർജറി കഴിയുമ്പോൾ ഈ കണ്ടീഷൻസൊക്കെ വേഴ്സൺ ആവാം. അപ്പോൾ സേഫ് സർജറി ഉറപ്പ് വരുത്താനുള്ള ഒരു ടീം, അതായത് അനസ്തറ്റീഷ്യ ടീം, പോസ്റ്റ് സർജറി നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാവുന്ന നഴ്സിംഗ് സ്റ്റാഫ്, പീഡിയാട്രിക് കെയർ, നല്ലൊരു സർജറി പ്രൊവൈഡ് ചെയ്യാൻ സേഫ്
എക്സ്പീരിയൻസ് സർജൻ ഉണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തണം. ക്ലെഫ്റ്റ് ലിപ്പ് സർജറി കഴിഞ്ഞിട്ട് അതിൻ്റെ ഔട്ട്കം പീരിയോഡിക് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈസിലി അപ്രോച്ചബിളായ സെൻ്ററാണോ, അതിൻ്റെ പോസ്റ്റ് ഓപ്പ് റിസൾട്ട്സ് എങ്ങനെയുണ്ട്, കാലങ്ങളായിട്ടുള്ള അവരുടെ റിസൾട്ട്സ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ തന്നെ അത് മാനേജ് ചെയ്യാനുള്ള ടീമുണ്ടോ, അതൊക്കെയാണ് നിങ്ങൾ നെക്സ്റ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്ലെഫ്റ്റ് ലിപ്പ് സർജറി കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ക്ലെഫ്റ്റ് പാലറ്റ് സർജറിക്ക് വരുമ്പോൾ അതിന് ടൈം ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ചുണ്ടിൻ്റെ സർജറിക്ക് ഒരു 3 to 6 months ടൈം ലൈൻ ഉണ്ടെങ്കിലും ആ ടൈം ലൈനിൽ ആ സർജറി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ പാലറ്റ് സർജറി, ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറയുമ്പോൾ സംസാരം ആണ് പ്രൈമറി ഇമ്പോർട്ടൻസ്. ആ സംസാരം തുടങ്ങുന്നതിന് മുന്നെയാണ് യൂഷ്വലി ക്ലെഫ്റ്റ് പാലറ്റ് സർജറി ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് ടൈം ലൈൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നേരത്തെ നമുക്ക് സർജറി ചെയ്യാനും പറ്റില്ല, കാരണം താടിയലിൻ്റെ വളർച്ചയെ ബാധിക്കും. വൈകി സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംസാരത്തിനെ ബാധിക്കും. അപ്പോൾ ക്ലെഫ്റ്റ് പാലറ്റ് സർജറീനെ സംബന്ധിച്ച് യൂഷ്വലി അറൗണ്ട് 1 year ആണ് നമ്മൾ യൂഷ്വലി ക്ലെഫ്റ്റ് പാലറ്റ് സർജറി ചെയ്യാം. അപ്പോൾ ക്ലെഫ്റ്റ് പാലറ്റ് സർജറിക്ക് ആവശ്യത്തിന് ക്ലെഫ്റ്റ് പാലറ്റ് മാത്രമല്ല, ക്ലെഫ്റ്റ് ലിപ്പ് സർജറിക്ക് ആണെങ്കിൽ ആവശ്യത്തിന് വെയിറ്റ് ഗെയിൻ ഉണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാക്സിനേഷൻ കംപ്ലീറ്റ് ആണോ, ഇവൺ കംപ്ലീറ്റ്ലി ആ കുട്ടി ഫിറ്റ് ആണോ. ക്ലെഫ്റ്റ് ലിപ്പ് സർജറിക്ക് ചെയ്ത എല്ലാ സേഫ്റ്റി പ്രോട്ടോകോൾസും ക്ലെഫ്റ്റ് പാലറ്റ് സർജറിക്കും ബാധകമാണ്. അപ്പോൾ ക്ലെഫ്റ്റ് പാലറ്റ് സർജറി ചെയ്യാനായിട്ടുള്ള എക്സ്പീരിയൻസ് സർജൻ, അതായത് ഞാൻ പറഞ്ഞ സർജിക്കൽ ടീമും ഒക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. പിന്നെ ഈ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലെഫ്റ്റ് പാലറ്റ് സർജറി കഴിഞ്ഞിട്ട് റെഗുലറായി സ്പീച്ച് തെറാപ്പി, അതിന് എക്സ്പീരിയൻസ് സ്പീച്ച് പെത്തോളജിസ്റ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ എന്തിനാണ് സ്പീച്ച് പെത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈംലി ക്ലെഫ്റ്റ് പാലറ്റ് സർജറി ചെയ്തിട്ട് ആ കുട്ടിയുടെ സംസാരം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അത് ക്ലിയർ ആക്കി കൊണ്ടുവരാൻ സ്പീച്ച് പെത്തോളജിസ്റ്റിന് വളരെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. സർജറിയുടെ അത്രയും തന്നെ, അല്ലെങ്കിൽ ഇൻഫാക്ട് കുറച്ചും കൂടി അധികം ഇമ്പോർട്ടൻസ് സ്പീച്ച് പെത്തോളജിസ്റ്റിനുണ്ട് സർജറി കഴിഞ്ഞിട്ട്. അപ്പോൾ റെഗുലറായി സ്പീച്ച് തെറാപ്പി കൊടുക്കാനും സ്പീച്ച് പെത്തോളജിസ്റ്റിനെ കാണാനും ഉള്ള സേവനം ആ സെൻറ്ററിൽ ലഭിക്കുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തണം. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി വളരുന്നതനുസരിച്ച് ഈ കുട്ടിയുടെ പാൽപ്പല്ലുകൾ സമയത്തിന് വരുന്നുണ്ടോ, പാൽപ്പല്ലുകൾ സമയത്തിന് പോകുന്നുണ്ടോ, ആ വരുന്ന പാൽപ്പല്ലുകൾ കേടുകൂടാതെ ഇരിക്കുന്നുണ്ടോ, അതിന് ജനറൽ ഡെൻറ്റിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റിൻ്റെ സേവനം ഉണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കുട്ടികളുടെ പല്ലൊക്കെ കേടായി അല്ലെങ്കിൽ വലിയ പല്ല് വരുമ്പോഴും ചിലപ്പോൾ ബാധിക്കാം. പിന്നെ അത് മാത്രമല്ല, ഈ കുട്ടി വളർച്ച അനുസരിച്ച് ഭാവിയിൽ ഭംഗി കൂട്ടേണ്ട സർജറി എന്തെങ്കിലും ആവശ്യമുണ്ടോ, അത് അസസ് ചെയ്യാൻ പറ്റുമോ, അത് നിങ്ങൾക്ക് പീരിയോഡിക്കലി അല്ലെങ്കിൽ ആനുവലി നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്ത് ഇതേ ടീമിനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ എന്നും ഉള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ആ സെൻറ്ററിൽ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എന്തിനാണ് ഈ ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടൈമിലാണ് ഓരോരോ സർജറി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, 3 to 6 മാസത്തിൻ്റെ ഉള്ളിൽ ചുണ്ടിൻ്റെ സർജറി, 1 വയസ്സിനടുത്ത് അണ്ണാക്കിൻ്റെ സർജറി, ഒരു 5-6 വയസ്സ് ആവശ്യമുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ചുണ്ടോ മൂക്കോ കുറച്ചും കൂടി ഭംഗി കൂട്ടേണ്ട ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ 8-9 വയസ്സാകുമ്പോൾ മോണയുടെ സർജറി, കാരണം ആ വിടവിൽ, അതായത് മോണയുടെ അവിടെ ഒരു വിടവുണ്ടാവും, ആ വിടവിൽ വലിയ പല്ല് വരുന്ന സമയത്ത് ആൽവിയോള ബോൺ ഗ്രാഫ്റ്റിംഗ് എന്നൊരു സർജറിയുടെ ആവശ്യം വരാം. അതുപോലെ ഈ സമയത്ത് കുട്ടിയുടെ സംസാരം എങ്ങനെയുണ്ടെന്ന് അസസ് ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ് സ്പീച്ച് പെത്തോളജിസ്റ്റും ഒരു ക്ലെഫ്റ്റ് സർജനും ഇവാലുവേറ്റ് ചെയ്ത് സംസാരം ഇമ്പ്രൂവ് ചെയ്യേണ്ട എന്തെങ്കിലും സർജറി ആവശ്യമുണ്ടോയെന്ന് അതും ചെയ്യേണ്ടി വരാം. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു സർജറി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്യാമ്പ് കൊണ്ടോ മാത്രം നമുക്ക് അഡ്രസ്സ് ചെയ്യാവുന്ന പ്രശ്നങ്ങളല്ല. പല സ്റ്റേജിൽ പല എക്സ്പീരിയൻസ്ഡ് ക്ലെഫ്റ്റ് കെയർ പ്രൊവൈഡേഴ്സിൻ്റെ ആവശ്യം ഇങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടതാണ്. പിന്നെ ഈ 8-9 വയസ്സ് ബോൺ ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിക്സഡ് ഡെൻറ്റേഷൻ, അതായത് പാൽപ്പല്ല് പോയി വലിയ പല്ല് വരുന്ന സമയത്ത് അവർ താടിയെല്ലിൻ്റെ വളർച്ചയൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ ഒരു മിക്സഡ് ഡെൻറ്റേഷൻ സ്റ്റേജിൽ ഒരു എക്സ്പീരിയൻസ് ഓർത്തഡോണ്ടിസ്റ്റ് ചിലപ്പോൾ ഗ്രോത്ത് മോഡുലേഷൻ, അതായത് താടിയെല്ലിൻ്റെ വളർച്ചയെ മാനിപ്പുലേറ്റ് ചെയ്ത് ചിലപ്പോൾ കുറച്ചും കൂടിയും ഭംഗി കൂട്ടാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതിനും ഒരു ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ, ഒരു എക്സ്പീരിയൻസ്ഡ് ഓർത്തഡോണ്ടിസ്റ്റിൻ്റെയും പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റിൻ്റെയും സേവനം ഉണ്ടാവണം. പിന്നെ വളർച്ച കഴിഞ്ഞിട്ട് വലിയ പല്ലൊക്കെ വന്ന് നോക്കുക എങ്ങനെയുണ്ട് താടിയലിൻ്റെയും അല്ലെങ്കിൽ ഫേസിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ താടിയലിൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞ കാരണം ചിലപ്പോൾ വളർച്ചയെ കുറച്ച് ബാധിച്ചിട്ടുണ്ടാകാം. അപ്പോൾ കുറച്ച് വലുതാകുമ്പോൾ താടിയലിൻ്റെ സർജറി, ഒരു ഓർത്തോഗ്നാറ്റിക് സർജറി വേണ്ടി വരാം. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് അഗെയിൻ ആ സെൻറ്ററിൽ ഉണ്ടോ,
അല്ലെങ്കിൽ മൂക്കിൻ്റെ ചുണ്ടിൻ്റെ ആ സമയത്ത്, അതായത് റൈനോപ്ലാസ്റ്റി, മൂക്കിൻ്റെ ഭംഗി കൂട്ടേണ്ട സർജറി ചെയ്യാനുള്ള ഓപ്ഷൻസ് ആ സെൻറ്ററിലുണ്ടോ, അതിന് എക്സ്പീരിയൻസ് പ്രൊഫഷണൽസ് ഉണ്ടോ എന്നൊക്കെ ഈ സെൻറ്റർ. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഒരു കോംപ്രിഹെൻസീവ് സെൻറ്റർ വിത്ത് എക്സ്പീരിയൻസ് ക്ലെഫ് കെയർ പ്രൊവൈഡേഴ്സ് ഉണ്ടാവണം നിങ്ങൾ ഏത് സെൻറ്റർ ചൂസ് ചെയ്യുകയാണെങ്കിലും. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാൻ ഉള്ള റീസൺ മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനത്തെ കുട്ടികൾക്ക് പല സ്റ്റേജിൽ പല എക്സ്പീരിയൻസ് ക്ലെഫ് കെയർ പ്രൊവൈഡേഴ്സിൻ്റെയും സർവീസ് ആവശ്യമുണ്ട്. അപ്പോൾ ആസ് എ റെസ്പോൺസിബിൾ പാരൻറ്റ് ഓഫ് എ ക്ലെഫ് ചൈൽഡ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾ ചൂസ് ചെയ്യണ സെൻറ്ററിൽ ഇത്രയും എക്സ്പീരിയൻസ് പ്രൊഫഷണൽസിൻ്റെ സർവീസ് ഉണ്ടോ, അത് നിങ്ങൾക്ക് ഈസിലി ആക്സസബിൾ ആണോ. അപ്പോൾ ആ സർവീസ് കൊണ്ട് നിങ്ങളുടെ കുട്ടിക്ക് സമൂഹത്തിൽ ഏതൊരു കുട്ടിയെ പോലെയും മുന്നോട്ട് വരാനുള്ള ഓപ്പർച്യൂണിറ്റി ലഭ്യമാക്കാൻ. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ. വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.